നിങ്ങൾക്ക് കേട്ട് കാണും ഇസഡ് ജനറേഷൻ പ്രൊട്ടസ്റ്റ് ലഡാക്ക്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം യഥാർത്ഥ അതിനെപ്പറ്റി ഇഷ്യൂ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, ഉറപ്പായിട്ടും അത് നേപ്പാൾ സ്വാധീനമുണ്ട്. പിന്നീട് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഇഷ്യൂ അത് പരിഹരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് കാണിച്ച ഇഗ്നറൻസ്, അതായത് ഈ സോണം വാങ്ചുക്ക് ഡൽഹിയിലോട്ട് വന്നു. ഇവിടെ പല ഗവൺമെൻറ് ഓഫീസുകളിലും മന്ത്രിമാരെയും കണ്ട് ഈ കാര്യം ഒരൊറ്റ ഗവൺമെൻറ് ഓഫീഷ്യൽസും ഇയാളെ കാണാൻ തയ്യാറായില്ല. ഇന്ത്യയിൽ ഈ പറയുന്ന ഗോതി മീഡിയ മുഴുവനും ഇഗ്നോർ ചെയ്യും. ഇതിൻ്റെയൊക്കെയാണ് ഇമ്പാക്റ്റ്. നിങ്ങൾ അതായത് ഭരിക്കുന്നവര്, അതായത് ഇത് രാജഭരണമല്ല, ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഈ ഇഷ്യൂസിനെ എല്ലാം ഓവർകം ചെയ്ത് അങ്ങനെയാണ് ഭരിക്കുന്നവർക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ അതിനെ ഇഗ്നോർ ചെയ്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ കേട്ട് കാണും ഈ മുല്ലപ്പൂ വിപ്ലവം, അറബ് സ്പ്രിംഗ്, ഒരു ചെറിയ ഇഷ്യൂ തുടങ്ങിയത്. അവിടെ എത്രയോ അറബ് രാജ്യങ്ങളുടെ ഭരണമാണ് എടുത്ത് മാറ്റിയത്. ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ ഉണ്ടാകുകയും ചെയ്യരുത്. പക്ഷെ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഈ ഗവൺമെൻറ് പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കുകൾ മുഴുവനും തെറ്റാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെറുപ്പക്കാർ നടത്തി എന്തിനു വേണ്ടിയാ? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്. എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ? അതായത് അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്. മനസ്സിലാക്കേണ്ടത് പുതിയ ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പല കാര്യത്തിലും അങ്ങ് കട്ട് ചെയ്തു മാൻ പവറിൻ്റെ. കാരണം പല ക്ലർക്സും പിയൂണും ഇവരൊന്നും ആവശ്യമില്ല. പക്ഷെ ആ എടുക്കുന്ന ആൾക്കാരും പോലീസ് അങ്ങനെയുള്ള സർവീസ് അതിനകത്ത് മാൻ പവർ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇൻ ഷോർട്ടായിട്ട് ഈ പല രീതിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുമ്പോൾ ഇവർ അപ്ലൈ ചെയ്യുന്നൊരു ഹ്യൂജ് ആൾക്കാരാണ്. 10 വേക്കൻസിയൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം 10,000 പേരൊക്കെയാണ്. അപ്പം ഈ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ 2-3 ടൈം കൊണ്ട് BJP ഭരിക്കുന്ന സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. അതും ഒരു ഹിൽ സ്റ്റേഷനാണ്. 3 ദിവസം മുമ്പ് ഡെറാഡൂണിൽ വളരെയധികം ചെറുപ്പക്കാർ, അതായത് ഇസഡ് ജനറേഷൻ, അവരവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. കാരണം അവിടെ നടന്ന അവിടുത്തെ സ്റ്റേറ്റിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. സീരിയസ് ഇഷ്യൂ അല്ലേ? ബേസിക്കലി ആൾക്കാരിങ്ങനെ ജോലി നോക്കുവാണ്, ജോലി എവിടെയും കിട്ടുന്നില്ല. ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കള്ളക്കണക്കുകൾ മാത്രമാണ് ഇതുള്ളത്. ഈ നമ്മുടെ ഇൻഡസ്ട്രീസും ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ ഇതേപോലെ ഉയരുകയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഉറപ്പായിട്ടും ജോബ് ക്രിയേറ്റ് ചെയ്യും. അതായത് കള്ളക്കണക്കുകളും കുക്ക് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഈ വോട്ട് ചോരി പോലെ തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UP ഉണ്ടായില്ല പ്രൊട്ടസ്റ്റ്, അതെല്ലാം ഈ ഗോതി മീഡിയ ഇതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതങ്ങായി. ഇതാണ് ഈ ലഡാക്കിലുണ്ടായത്. ഇത് തന്നെയാണ് നേപ്പാളിലുണ്ടായത്. നേപ്പാളിൽ അവസാനം ഗവൺമെൻറ് ഗതി കെട്ടിട്ടാണ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നത്. പിന്നെ അത് തിരിച്ചടിച്ചു. അതായത് മനസ്സിലാക്കേണ്ടത് ലഡാക്ക് മാത്രമല്ല, ഇതിനകത്ത് ഇവിടുത്തെ ഗോതി മീഡിയയും BJPക്കാരും പറയുന്ന കോൺസ്പിറസി ഒക്കെ കള്ളത്തരവ്. അതായത് സോണം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്നൊരു അക്കാഡമീഷ്യനാണ്, അറിയപ്പെടുന്നൊരു എഞ്ചിനീയറാണ്, സോഷ്യോളജിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്. അപ്പം അയാൾ പല ഇൻവെൻഷൻ നടത്തിയിട്ടാണ്, ചെറിയ ആളൊന്നും അല്ല. അപ്പം അത് മേടിക്കാൻ പല ആൾക്കാർക്കും താല്പര്യമുണ്ട്. അത് അയാൾ അയച്ചു കൊടുക്കാറുണ്ട്, അതിൻ്റെ പണം കിട്ടാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് അയാൾക്കെതിരെ CBI എൻക്വയറി അങ്ങ് വരുന്നു. ആൻറ്റി ഇന്ത്യ, രാജ്യദ്രോഹി, ഇത്. ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാം.
നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം മധ്യപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ മറ്റുള്ള ഭാഗത്ത് നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് പോലെ ഈ ലഡാക്കിൽ കാണുന്ന പ്രൊട്ടസ്റ്റിനെ ആ രീതിയിൽ കാണരുത്. ഒന്നാമത് ആ ടെറൈൻ എന്ന് പറഞ്ഞത് ഈ പറയുന്ന സിമ്പിൾ അല്ല, അവിടെയുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ പട്ടാളക്കാരൻ ലഡാക്കിലൊക്കെ പോസ്റ്റിങ് കഴിഞ്ഞിട്ട് ആ മാക്സിമം 1 വർഷം 1.5 വർഷമൊക്കെ ഉള്ളൂ പോസ്റ്റിങ്. അവിടെ പോസ്റ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന പട്ടാളക്കാരിൽ 15-20% അസുഖബാധിതരാണ്. എൻ്റെ ബന്ധുക്കളുണ്ടായിട്ടുണ്ട്, എൻ്റെ അകന്ന റിലേറ്റീവ്സിലുണ്ടായിട്ടുണ്ട്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡാണ് സംഭവം. അപ്പൊ അവിടെ ജീവിക്കുന്നവരോട്, അവിടെ ജീവിച്ച് അവരോട് അവിടുത്തെ ടെറൈനിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇവിടുത്തെ പോലീസ് CRPFനെ വെച്ച് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭൂലോക അബദ്ധമാണ്. ടെറൈൻ അതേപോലെയാണ്, സിമ്പിളല്ല ഇത്. ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ പല മണ്ടത്തരം എന്ന് പറയുന്നത്. BJPക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് പൊളിറ്റിക്കലി. ഇത് ഡയലോഗ്സിൽ കൂടെ ഡിസ്കഷനിൽ കൂടെ സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ അങ്ങ് സെറ്റിൽ ചെയ്താൽ മതി. സ്റ്റേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. 6th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് അവരെ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നേരത്തെ മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇതേപോലെ പല ഹിൽ സ്റ്റേഷനുണ്ട്. കാരണം അവിടെ നിന്ന് ജോബ് എന്ന് പറയുന്ന ഈ പട്ടാളത്തിലും പോലീസിലും CRPF ഒക്കെയാണ് അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പം അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഒരു പാക്കേജ് കൊണ്ടുവന്നു ഹിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അവിടെ ഒന്നും ഈ ഫാക്ടറി ഇടാൻ പറ്റത്തില്ല. പക്ഷെ മനസ്സിലാക്കണം, സിക്കിമിൽ ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ട് പല ഫാർമ ഇൻഡസ്ട്രിയോടും പറഞ്ഞ് നിങ്ങളുടെ ചില പ്ലാന്റുകൾ അവിടെ ഇടാൻ. കാരണം ജോബ് ക്രിയേറ്റ് ചെയ്യണം. കാരണം എല്ലാം ചൈനയുടെ ഓർഡറായി കിടക്കുന്നേ. അങ്ങനെ പല ഇൻഡസ്ട്രിയും സിക്കിമിൽ പോയി, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് അക്കൗണ്ട് ഫണ്ട് കൊടുത്തു അവിടെ പോയിടാൻ. ഇതിട്ടു. അതിൻ്റെ പേരിൽ അവർക്ക് ജോലിയായി, ടൂറിസം ജോലിയായി, മറ്റുള്ള സംഭവമായി സിക്കിം ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായി മാറി. പിന്നീട് ഗവൺമെന്റിന്റെ മറ്റൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, ഒരു പാക്കേജ് ഉണ്ട്. പക്ഷെ അത് മോദി ഗവൺമെന്റ് അത് പരിഗണിച്ചില്ല. അതായത് ഈ ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പല പ്രധാനപ്പെട്ട കമ്പനികളോട് പറയും, ഈ താഴ്വാരത്തിൽ, അതായത് ഞാൻ ഈ പറയുന്ന ചണ്ഡീഗഡ് ആണെങ്കിലും സിലിഗുരി ആ ഭാഗത്തൊക്കെ ഫാക്ടറി ഇടാൻ. കാരണം അവർക്ക് ജോലി കൊടുക്കാൻ. ഇനി ഗവൺമെന്റ് എന്ത് ചെയ്യും, അവർക്കുള്ള പല ടാക്സുകളും വേണ്ട എന്ന് വെക്കും. കാരണം അത്രയും പേർക്ക് അവിടെ ജോലി കൊടുക്കുന്നു. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന മെക്കാനിസമാണ്. അത് ഇന്ത്യയെ മാത്രമൊന്നുമല്ല. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ജോബും ഇല്ല, പട്ടാളത്തിൽ ആളിനെ എടുക്കുന്നില്ല, പോലീസിലും ആളിനെ എടുക്കുന്നില്ല, ഇവരെങ്ങനെ ജീവിക്കും? നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ അവിടെ 1-2 ജേർണലിസ്റ്റുകളുമായിട്ട് സംസാരിച്ചു, ഈ ലഡാക്കിലുള്ള. അവർ പറഞ്ഞ അവിടെ കൊടും പട്ടിണിയാണ്. ആൾക്കാരുടെ 5 പൈസയില്ല, സാധനം മേടിക്കാൻ പണമില്ല. പിന്നെ അവരെങ്ങനെ ജീവിക്കും? ഈ സാധാരണക്കാരൻ്റെ ഇഷ്യൂ ആയത്. GST കുറച്ചെന്നും പറഞ്ഞാൽ അവിടെ എങ്ങനെ വില കുറയുന്നത്? കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, 50 രൂപ സവാള അല്ലെങ്കിൽ അരി മറ്റുള്ള സാധനത്തിൽ ചണ്ഡീഗഡിൽ കിട്ടുന്നതിന് അവിടെ 150 രൂപയാണ്. ഇപ്പം നേരത്തെയൊക്കെ ഗവൺമെന്റ് ചെയ്തിരുന്ന സംഭവം, ഈ ജമ്മു ഗവൺമെന്റ്, അതായത് കാശ്മീർ ഭരിച്ച ഗവൺമെന്റ് ഈ അവിടെ കൊണ്ടുപോകുന്ന വണ്ടികൾക്കും ട്രക്കുകൾക്കും, കാരണം അവർക്ക് സബ്സിഡി കൊടുക്കും, അപ്പോഴിതിൻ്റെ വില കുറയും. ആ മെക്കാനിസം ഈ യൂണിയൻ ടെറിട്ടറി ആയ ശേഷം എടുത്ത് മാറ്റി ഭയങ്കര വില അങ്ങ് കയറി, ടൂറിസം ഇല്ലാതായി. അതായത് മനസ്സിലാകും, നമ്മളൊരു സിസ്റ്റം പോകുമ്പോൾ ആ സിസ്റ്റം ബാലൻസ് ചെയ്താ പോകുന്നത്. പെട്ടെന്ന് ഞാനാണ് കുന്തം, ഞാനാണ് സംഭവം, അതിൽ കൂടാണ് എല്ലാം പോകുന്നത്. ആർക്ക് വേണം ഈ പറയുന്ന പാട്രിയോട്ടിസം പുഴുങ്ങി തിന്നാൻ പറ്റൂ? ഒരു മനുഷ്യന് ജീവിതം ഉണ്ടെങ്കിലല്ലേ, അവന് ലൈഫും പ്രതീക്ഷയും ഉണ്ടെങ്കിലല്ലേ പാട്രിയോട്ടിസം കയറി വരുന്നേ. അവനെങ്ങനെ രാജ്യദ്രോഹിയാവുന്നേ? ഇതേപോലെ പല സ്റ്റേറ്റുകളിൽ വിഷയമുണ്ട്. UP ഈ പറയുന്ന ബീഹാറിൽ എത്രയോ പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണ്. ഇതിനകത്തല്ലേ ഈ ഭരണകക്ഷിയുടെ ആൾക്കാരാണ് ചെയ്യുന്നത് ഇതുമായിട്ട്. കാരണം ആൾക്കാർക്ക് ജോലിയില്ല. അപ്പോൾ അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ആദ്യം ലീക്ക് ചെയ്യുന്നതിന് 10 ലക്ഷം കൊടുക്കും, അല്ലെങ്കിൽ 5 ലക്ഷം കൊടുക്കും. അവരിത് 100 പേർക്ക് കൊടുക്കും, അവന്മാരത് ലീക്ക് ചെയ്ത് കൊടുക്കും. ഇതൊരു കച്ചവടമായത് ബേസിക്കലി. ഒന്നാമത് ജോലിയില്ല. അപ്പം എന്തെങ്കിലും ജോലി വരുമ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് മനസ്സിലാക്കുക, ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന സംഭവം ഇന്ത്യയിലെ ഒരു ടിക്കർ ബോംബാണ് പുതിയ ജനറേഷന് ജോലിയില്ല എന്ന് പറയുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിൻ്റെ കൂടെ ഈ പറയുന്ന അമേരിക്കൻ ഇപ്പം ലോകത്ത് എവിടെ പോയാലും ഇന്ത്യക്കാരെ വേണ്ടായല്ലോ.
ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ നയപരമായ പോളിസിയുടെ അധപ്പതനം, അതായത് ദുരന്തമാണ് മോദി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചത് പല കാര്യങ്ങളിലും. അല്ലെങ്കിൽ എന്നും ഇന്ത്യക്കാർ മറ്റുള്ളടത്ത് പോയെങ്കിൽ ജീവിക്കും, അവിടെയും കയറ്റൂ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇതൊക്കെയാണ് കാരണങ്ങൾ. അതായത് ഒരു ഇഷ്യൂ അല്ല. കാരണം തൊഴിലെന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ നൂറ്റാണ്ടിലെന്ന് പറയുന്നത് തൊഴിൽ. അതേപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. നമുക്ക് എക്കോണമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, ബൂം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാകും ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന പിള്ളേരെല്ലാം അങ്ങ് പഠിക്കും. കാരണം നേരത്തെ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. എക്കോണമി സംഭവം സ്ട്രെങ്തൻഡ് ആയിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ആണെങ്കിലും ഫാമിംഗ് ആണെങ്കിലും അവരുടെ കുട്ടികളെ പിന്നെ അങ്ങ് പഠിപ്പിക്കും. ഈ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളൊന്നും ഈ പറയുന്ന പോലെ കർഷകനായിട്ട് അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ മറ്റുള്ള ഗ്രാൻഡ് പേരൻസും ഒക്കെ അനുഭവിച്ച രീതി അവർ കൃഷിയിൽ നിന്നും പറഞ്ഞ് മറ്റേ ജോലി അന്വേഷിക്കും. ഇതാണ് ഞാൻ പറയുന്നത് ബാലൻസ് ചെയ്ത് പോകണം എപ്പോഴും. അതായത് സോഷ്യോളജിക്കൽ ബാലൻസ്, എക്കോണമി ബാലൻസും ഒക്കെ ചെയ്തിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പം അവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ടാക്കിയ തെറ്റാണ്. അതായത് കള്ളക്കണക്കുകൾ, ഊതിപ്പെരിപ്പിച്ച കണക്കുകളും ഉണ്ടാക്കി വെച്ചതാണ് ഇന്ത്യത്തെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്തൻഡായി എക്കോണമി ഇതായി അതായി വാടയായി കോടയായി, ഗ്രൗണ്ടിലൊന്നും കാണാനില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു സമയത്ത്, അതായത് ഡൽഹി എന്ന് പറയുന്ന പലയിടത്തും ഈ ജോലിക്ക് ആൾക്കാരെ കിട്ടാൻ പലയിടത്തും ബുദ്ധിമുട്ടായിരുന്നു. ഞാനീ പറയുന്ന ഡൽഹിയുടെയും ഗുഡ്ഗാവിൻ്റെ ഒക്കെ കാര്യമാണ്. ഇന്ന് ആൾക്കാർ തെണ്ടിത്തിരിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി വേണമെന്നും പറഞ്ഞ് നടക്കുക. ഈ സ്ട്രീറ്റിലെ വെൻഡേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ സ്ട്രീറ്റിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്നവർ, അവരുടെ എണ്ണം നേരത്തെ 50 ഇപ്പം അത് 200 പേരായി. ജോലിയില്ല. ഇപ്പം എന്തെങ്കിലും സാധനം അവിടുന്ന് കൊണ്ടുപോകാൻ അവിടെ കൊണ്ടുവന്ന് വിൽക്കുക. പോലീസുകാരന് കൈക്കൂലി കൊടുക്കുക, മുനിസിപ്പാലിറ്റി കൈക്കൂലി കൊടുക്കുക. ഇത്രയും കൂടാൻ കാരണം വേറെ ജോലിയില്ല. ഇതതിൻ്റെ കാരണം. അതായത് മെക്കനൈസ്ഡായി പല രീതിയിലും പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. ഈ ചൈനീസ് പ്രോഡക്റ്റുകൾ കയറി വരുന്നു, ഫാക്ടറികളിൽ ജോലിയില്ല. ഇത് റീസണാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ബാധിക്കാൻ പോവുക. ആ സമയത്ത് ജോലി ജനറേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെൻറ് ജോലി ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് മറ്റുള്ളവന്മാരിൽ അടിച്ചു മാറ്റും. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ജനറേഷൻ ഇസഡിന് ഏറ്റവും വലിയ രോക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുമ്പം ആംഗ്രി ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇസഡ് ജനറേഷനാണ്. അവർക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് നോക്കുന്നവരാണ്. കാരണം അവർ ഡിജിറ്റൽ ജനറേഷനാണ്. അവർ ലോകത്തെ മുഴുവൻ നോക്കി കാണുമ്പോൾ ജോലിയില്ല, കൂലിയില്ല, പഠിച്ചിട്ട് വെറുതെ നിൽക്കുക. അതിനിടയ്ക്ക് ഓരോ പോളിസി മാറ്റേഴ്സിൻ്റെ പേരിൽ ജോലിയില്ല, അവിടുന്ന് ഇന്ത്യക്കാർ തിരിച്ചു വരുന്നു. പിന്നെ ഇവൻ എന്ത് പ്രതീക്ഷയാണ് ഉള്ളത്? ഇവൻ്റെ പേരൻസിന് എന്ത് പ്രതീക്ഷയാണ് ഉള്ളത്? പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്, അതായത് കഞ്ചാവ്, ഈ സാധനം കൂടാൻ കാരണം ഈ കാര്യമാണ്. ഒരു പ്രതീക്ഷയോടൊരു യുവജനത മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സംഭവങ്ങളും ക്രൈമും എല്ലാം കുറയും. ഇന്ത്യയിൽ എല്ലായിടത്തും ക്രൈം കൂടി ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇതിൻ്റെ കാര്യമൊക്കെ ഇതാണ്. അതായത് സോഷ്യോളജിക്കൽ ഇഷ്യൂ തന്നെയാണിത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ലഡാക്കിൽ നടന്നത് കുറച്ച് പ്രതിഷേധം, ഉത്തരാഖണ്ഡിൽ നടന്നു, ഡെറാഡൂണിൽ നടന്നു. ഇത് ഇന്ത്യയുടെ പല ഭാഗത്ത് യഥാർത്ഥത്തിൽ പൊട്ടാൻ പോകുന്ന ടിക്കർ ബോംബാണിത്. ഇതങ്ങനൊന്നും ഈ പറഞ്ഞ് CBI കേസ്, രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. നിങ്ങൾ എത്ര നാൾ ഇതിനകത്ത് പാകിസ്ഥാൻ്റെ ഹാൻഡ് എന്ന് പറയാൻ പറ്റൂ, ചൈനയുടെ ഹാൻഡ് എന്ന് പറയാൻ പറ്റൂ, അഫ്ഗാനിസ്ഥാൻ്റെ ഹാൻഡ് എന്ന് പറയാൻ? 3 ബോർഡർ സ്റ്റേറ്റ് അല്ലയോ? ഇതാണ് ബ്ലണ്ടർ അടിച്ച് വിടുന്നത്. അതാണ് ഇവിടുത്തെ ഗോധി മീഡിയയാണ് ഇറസ്പോൺസിബിൾ മീഡിയ. അവിടെ ഉള്ളവർ മുഴുവൻ ശത്രുക്കൾ. അവസാനം നേപ്പാളിൽ ഇപ്പോൾ ഒറ്റ മീഡിയയ്ക്ക് ഇന്ത്യക്കാരനോട് പോകാൻ വയ്യ, ആ സ്ഥിതിയാക്കി കൊടുത്തു. അതിപ്പോൾ ലഡാക്കിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങ് പിച്ചു മാറും. ഇതാണ് ഞാൻ പറയുക, ഇറസ്പോൺസിബിൾ, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത നമ്മുടെ ജേർണലിസ്റ്റുകളും നമ്മുടെ മീഡിയ ഹൗസും അതേപോലെ പൊളിറ്റീഷ്യൻസും ഇന്ത്യ തുണ്ടാക്കും. അതാണ് ഈ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.